വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെഎസ്യുവിന്റെ മാർച്ച് സംഘർഷഭരിതമാണ്. പ്രക്ഷോഭകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. Sprayo. പോലീസ് പഠനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. MS ലിഷോ വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോ, വലിയ പ്രതിഷേധമാണോ? എന്തൊക്കെയാണ് മുദ്രാവാക്യങ്ങൾ? മാധു, അതായത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇത് അന്ന് ഈ കുന്നംകുളം CI ആയിരുന്ന സുജിത്ത്, അതായത് ഈ കുന്നംകുളത്ത് സുജിത്തിന് മർദ്ദനം ഏൽക്കുന്ന സമയത്ത് ഈ കുന്നംകുളത്തെ CI ആയിരുന്നു ഇപ്പോഴത്തെ വടക്കാഞ്ചേരി CI ആയ ഷാജഹാൻ. അതുകൊണ്ട് ആ ഷാജഹാന് ഈ ഒരു പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു, കൃത്യമായ നടപടി എടുത്തില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ ഇപ്പോൾ ഈ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. പ്രതിഷേധ മാർച്ച് പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിനും വലിയ വീഴ്ച പറ്റി. കാരണം വാഹനങ്ങളൊക്കെ തടയുന്നതിന് മുൻപേ തന്നെ, ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിന് മുൻപേ തന്നെ ഈ KSU പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ഉണ്ടായത്. കാരണം 11:30ക്കാണ് ഈ പ്രതിഷേധ മാർച്ച് പറഞ്ഞിരുന്നത്. ഉടനടി തന്നെ, അതായത് ഈ മാർച്ച് തുടങ്ങിയ സമയത്ത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുന്നതിലും പോലീസിന് വീഴ്ച പറ്റി. ഈ സമയത്ത് ബാരിക്കേഡുകൾ വന്ന ഉടനെ തന്നെ KSU പ്രവർത്തകർ തള്ളിമറിച്ചിടുകയാണ് ഉണ്ടായത്. പോലീസ് അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പോലീസിന്റെ ബാരിക്കേഡ് വെച്ച് വഴി നിയന്ത്രിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ KSU പ്രവർത്തകർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ മുന്നിലേക്ക് എത്തിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ബാരിക്കേഡ് എടുത്ത് മറിച്ച് കളയുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ പ്രവർത്തകരെ പിരിച്ചുവിടാൻ സാധിക്കുന്നില്ല.